2026 ഫെബ്രുവരി 21 ശനിയാഴ്ച വൈകുന്നേരം ഒരു 5:30-6 മണിയോടുകൂടിയാണ് ഞങ്ങളെ തേടി വലിയൊരു സന്തോഷത്തിൻ്റെ വാർത്ത എത്തിയത്. ദൈവദാസനായിരുന്ന തിയോഫിനച്ചൻ ധന്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഈ ആശ്രമത്തിനും അതോടൊപ്പം തന്നെ ഈ പൊന്നുരുന്നി നിവാസികൾക്കും ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഇതൊരു ഇരട്ടി സന്തോഷത്തിൻ്റെ ഒരു വാർത്തയായി മാറിയത് ഈ വർഷം പ്രത്യേകമായി പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചപ്പോൾ ഈ വർഷത്തിൽ തന്നെ ഈ ഒരു ധന്യ പദവിയിലേക്ക് ദൈവദാസനായ തിയോഫിനച്ചൻ ഉയർത്തപ്പെട്ടു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ വാർത്തയായി. നീണ്ട 20 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ ഒരു നല്ല വാർത്ത ഞങ്ങൾക്ക് കേൾക്കുവാനിടയായത്. 2005 ദൈവദാസനായിട്ട് തിയോഫിനച്ചൻ ഉയർത്തപ്പെട്ടു. എന്നാൽ 2026 ആയപ്പോഴേക്കും അദ്ദേഹം ധന്യനായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു 5 മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു നിത്യാരാധന ചാപ്പൽ ഇവിടെ ഉണ്ടാക്കുകയുണ്ടായി. ആ നിത്യാരാധന ചാപ്പലിലേക്ക് എല്ലാവരും പ്രാർത്ഥിക്കുവാനായിട്ട് വരുമ്പോൾ അവരോട് ഇതിൻ്റെ ഡയറക്ടറായിരുന്ന അച്ഛൻ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ 3 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. അതിലൊരു നിയോഗം ദൈവദാസനായ തിയോഫിനച്ചൻ്റെ നാമകരണ നടപടികളിലെ എല്ലാ തടസ്സങ്ങളും മാറി അദ്ദേഹം ആ ധന്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുൻപായിട്ട് ഇവിടെ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന ശുശ്രൂഷ നടത്തുമായിരുന്നു. ആ ശുശ്രൂഷയുടെ ഒരു സമാപനം എന്ന് പറഞ്ഞത് ആ പ്രാർത്ഥിക്കുവാൻ വന്ന പല ദേശങ്ങളിൽ നിന്നുള്ളവരാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നത്. ഒരുപക്ഷെ തിയോഫിനച്ചനെ അറിയാത്തവർ പോലും അതിലുണ്ട്. അവരെല്ലാം കൂട്ടിക്കൊണ്ട് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബിനോയ് അച്ഛൻ കബറിടത്തെങ്കിലേക്ക് പോകും തിയോഫിനച്ചൻ്റെ. അവിടെ ചെന്ന് തിയോഫിനച്ചൻ്റെ നാമകരണത്തിനായിട്ടുള്ള പ്രാർത്ഥന എല്ലാവരും ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമായിരുന്നു ആ ശുശ്രൂഷ സമാപിച്ചത്. തീർച്ചയായിട്ടും അപ്പോൾ ഇത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലായിട്ടാണ് ഞങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുന്നത്. ഇത്രയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാൽ തന്നെയും ദൈവം ഈ ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ട് ഇടപെട്ടുകയും അതിങ്ങനെ ദൈവദാസനായിരുന്ന തിയോഫിനച്ചൻ ഇന്ന് ധന്യനായി ഉയർത്തപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം വളരെ വലിയൊരു സന്തോഷമായി മാറുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിന് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുകയാണ്. ഷെക്കേന TV-യിലൂടെ എന്നെ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ആശംസിക്കുകയാണ്. ലിയോ പാപ്പ ഈ വർഷത്തെ ഫ്രാൻസിസ് അസീസി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ആ സന്തോഷത്തിലാണ് ഓരോ ഫ്രാൻസിസ്കനും. ആ സന്തോഷം അല്പം കൂടെ ഇരട്ടിയാക്കിക്കൊണ്ട് കപ്പൂച്ചൻ സഭയ്ക്ക്, പ്രത്യേകിച്ച് ഭാരതത്തിലെ കപ്പൂച്ചൻ സഭയ്ക്ക് ഒരു സന്തോഷ വാർത്ത കൂടി ഈ കഴിഞ്ഞ ശനിയാഴ്ച ലിയോ പാപ്പ നൽകി. ദേവദാസനായിരുന്ന തിയോഫിനച്ചനെ ധന്യ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. പൊന്നുരുന്നി ആശ്രമവും പരിസരവും ഒക്കെ തിയോഫിനച്ചൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അച്ഛൻ ഇവിടെ വന്ന് ഈ ആശ്രമം സ്ഥാപിച്ചു. 10 വർഷക്കാലം ഈ പരിസരങ്ങളിലും ചുറ്റുവട്ടങ്ങളിലുമൊക്കെ ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്തിയ വല്യച്ഛനാണ്. തിയോഫിനച്ചൻ 1968 ഏപ്രിൽ 4-ാം തീയതി മരണമടഞ്ഞ് ഖത്തർ സന്നിധിയിൽ എത്തിയതിന് ശേഷം അന്ന് തുടങ്ങി പലരും വന്ന് തിയോഫിനച്ചൻ്റെ കബറിടത്തിൽ വന്ന് തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസികളിൽ നിന്നാണ് ഈ ഭക്തി ആരംഭിക്കുന്നത് തന്നെ. സഭ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആൾക്കാരുടെ പ്രാർത്ഥനയും അവർക്ക് കിട്ടുന്ന ഫേവേഴ്സും കണ്ട് അന്നിവിടെ ഉണ്ടായിരുന്ന വിൽഫ്രഡ് പ്രസാദ് എന്ന് പറഞ്ഞ അച്ഛൻ, ആ അച്ഛൻ തിയോഫിൻ ഗിൽഡ് എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു സംരംഭം ആരംഭിച്ചു. മനുഷ്യസ്നേഹി എന്നുള്ളൊരു മാസിക കൂടി ആരംഭിച്ച് തിയോഫിനച്ചനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അത് കഴിഞ്ഞ് വരാപ്പുഴ രൂപത അദ്ദേഹത്തെ തിയോഫിനച്ചനെ ദൈവദാസനായിട്ട് ഉയർത്തി. അതിനുശേഷം ഏകദേശം 21 വർഷങ്ങൾക്ക് ശേഷം തിയോഫിനച്ചൻ ഇന്ന് ധന്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്.
ഈ ആഘോഷങ്ങളൊക്കെ മനോഹരമാക്കുവാനായിട്ട് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ആലോചനയിലാണ്. എങ്കിലും വിശ്വാസികൾക്ക് സംബന്ധിച്ച്, ഭാരതത്തിലെ കപ്പൂച്ചൻ സഭയ്ക്ക് സംബന്ധിച്ച് ഇതൊരു അനുഗ്രഹത്തിൻ്റെ സമ്മാനമായിട്ട് ഈ പ്രഖ്യാപനം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. കാരണം ഭാരതത്തിലെ ആദ്യത്തെ ധന്യനായ വ്യക്തികളിൽ ആദ്യത്തെ ധന്യനാണ് ഈ തിയോഫിനച്ചൻ. ഭാരതത്തിലെ ആദ്യത്തെ കപ്പൂച്ചൻ ധന്യനായി തിയോഫിനച്ചൻ മാറിയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അച്ഛൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിലെ ആ ചൈതന്യവും ശക്തിയും പരിശുദ്ധ അമ്മയോട്, പ്രത്യേകിച്ച് വ്യാകുല മാതാവിനോട് വളരെ ഭക്തിയും വിശ്വാസവും ആശ്രയവും ഉണ്ടായിരുന്ന വല്യച്ഛനാണ് ഇപ്പോൾ ധന്യനായ തിയോഫിനച്ചൻ. അദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് പ്രഭാത പ്രാർത്ഥനയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം അച്ഛൻ ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇറങ്ങിച്ചെല്ലും. അവരുടെ രോഗങ്ങളിൽ, തകർച്ചകളിൽ ഒക്കെ, ഈ മേഖലകളിലൊക്കെ അച്ഛൻ ശക്തമായിട്ട് പ്രവർത്തിച്ചു. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ജാതിമത ഭേദമന്യേ അനേകർ ഈ പുണ്യ സവിധത്തിലെത്തുകയാണ്. തിയോഫിനച്ചൻ്റെ വലിയ സാന്നിധ്യം, അതായത് അച്ഛൻ കെട്ടിയ ഈ ആശ്രമവും ഈ പരിസരവും ഇതെല്ലാം ഇന്നും അച്ഛൻ്റെ ഒരു വലിയ നിറസാന്നിധ്യമായിട്ട് നിൽക്കുന്നു. അച്ഛനിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നന്ദി പറയുവാനായിട്ട് ഇവിടെ കടന്നു വരുന്നവരൊക്കെ പറയുന്നത് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ വലിയൊരു വൈബാണ്. ഭയങ്കര ഒരു സ്പിരിച്വൽ വൈബ് ഇതിൻ്റെ അകത്ത് പ്രസരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ധന്യനായ തിയോഫിനച്ചൻ്റെ നിറസാന്നിധ്യമാണ്. അച്ഛൻ വരുന്ന എല്ലാവരെയും പുഞ്ചിരിയോടെ സ്വീകരിച്ച് അവരുടെ ആ വേദനയുടെ വിഷമത്തിൻ്റെ ആ ജീവിതത്തിൽ തോളിൽ കൈയിട്ട് അവർക്ക് ആശ്വാസം പകരുന്ന ഒരു ജീവിതമായിരുന്നു തിയോഫിനച്ചൻ്റെ ജീവിതം. ഈ പൊന്നുരുന്തി ആശ്രമവും പള്ളിയും ഇരിക്കുന്ന തൊട്ടടുത്ത് തന്നെ 2 സ്കൂളുകളുണ്ട്. CKC ക്രിസ്തുരാജ ക്രൈസ്റ്റ് കിങ് സ്കൂള്, അതുപോലെ തന്നെ സെൻറ്റ് റീത്ത സ്കൂള്. ഈ 2 സ്കൂളുകളിലെ കുട്ടികൾ പരീക്ഷാ സമയത്ത് മാത്രമല്ല, സ്കൂളുകളിൽ പോകുമ്പോഴും അവിടെയുള്ള സ്റ്റാഫും വിദ്യാർത്ഥികളും ഒക്കെ ഈ സവിധത്തിൽ വന്ന് തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛൻ ജാതിമത ഭേദമന്യേ, അതുപോലെ വർണ്ണ വ്യത്യാസമന്യേ, പ്രായഭേദമന്യേ അച്ഛൻ എല്ലാവർക്കും ഒരു സ്വീകാര്യനായിരുന്നു. അത് അച്ഛൻ്റെ സ്നേഹവും കരുതലും ക്രിസ്തുവിനോടുള്ള ആഴമായൊരു ബന്ധവുമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് പൊന്നുരുത്തി ആശ്രമത്തിലെ വൈദികർ സെൻറ്റ് ഫ്രാൻസിസ് പ്രോവിൻസിലെ അംഗമായിരുന്നു ഈ ധന്യനായ തിയോഫിനച്ചൻ. അതുകൊണ്ട് സെൻറ്റ് ഫ്രാൻസിസ് കപ്പൂച്ചൻ പ്രോവിൻസിന് തന്നെ ഒരു അഭിമാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ധന്യനായ തിയോഫിനച്ചൻ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ദൈവദാസൻ്റെ ജീവിതം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ഒരു മ്യൂസിയം തയ്യാറാക്കിയിട്ടുണ്ട്. മനോഹരമായ ദൈവദാസൻ്റെ പഴയകാല ചിത്രങ്ങളും അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കൾ, തിരുശേഷിപ്പുകൾ ഒക്കെ മ്യൂസിയത്തിലുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് ഒത്തിരി നിലവിളക്കുകൾ, എണ്ണി തീർക്കാനാവാത്ത വണ്ണമുള്ള നിലവിളക്കുകളുടെ ശേഖരം ഈ മ്യൂസിയത്തിലുണ്ട്. അത് തിയോഫിനച്ചനോട് പ്രാർത്ഥിച്ചിട്ട് തിയോഫിനച്ചൻ വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവച്ചിരിക്കുന്ന നിലവിളക്കുകളാണ്. അതോടൊപ്പം തന്നെ തിയോഫിനച്ചൻ ഉപയോഗിച്ച കട്ടിൽ മ്യൂസിയത്തിലുണ്ട്. ആ കട്ടിൽ തൊട്ട് പ്രാർത്ഥിക്കുന്ന അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, സൗഖ്യങ്ങൾ കിട്ടിയ സാക്ഷ്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പേര് തങ്കമ്മയെന്ന്. അധികം വർഷങ്ങളായി ഇവിടെ വരുന്നത്. എനിക്ക് അച്ഛനെ ഒരുപാട് ഇതൊക്കെ അനുഗ്രഹം തന്നിട്ടുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എല്ലാം തീരും. ഇപ്പോഴും ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോൺ അടക്കാനുള്ള വഴിയും അച്ഛന് കാണിച്ചു തരുന്നുണ്ട് എനിക്ക്. എൻ്റെ പേര് അമ്മണി എന്നാണ്. എന്നെ അച്ഛനോട് ചോദിച്ചിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്. പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ കടയും സ്ഥലവും എല്ലാം പോയി. എന്നിട്ട് അച്ഛൻ പൈസ തന്നിട്ടാണ് ഞങ്ങൾ സ്ഥലം മേടിച്ച് വീട് വെച്ചത്. പിന്നെ പിള്ളേർക്ക് എല്ലാവർക്കും വീടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും അച്ഛൻ്റേതാണ്. എൻ്റെ പേര് സിന്ധുമോൾ എന്നാണ്.
ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ. ദേവദാസനായ തിയോഫിലച്ചൻ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിതത്തിലും നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ആദ്യത്തെ കുട്ടീനെ ഞാൻ പ്രസവിച്ചത് സിസേറിയനിലൂടെയാണ്. 4-ാം മാസം മുതൽ സ്റ്റിച്ചിട്ട് ഞാൻ കിടക്കേണ്ടി വന്നു. പിന്നെ അത് സിസേറിയൻ ആയിരുന്നു 8-ാം മാസത്തിൽ. അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2ാമത്തെ കുട്ടീനെ എനിക്ക് നോർമൽ ഡെലിവറി തന്നു. അതിനെനിക്ക് സ്റ്റിച്ചിടേണ്ട വന്നില്ല, ആദ്യത്തെ പോലെ കിടപ്പും വന്നില്ല. അവസാന നിമിഷം തിയോഫിലച്ചൻ്റെ ചരമവാർഷിക സമയത്ത് എനിക്കിവിടെ വന്ന് അച്ഛൻ്റെ നേരത്തെ ശ്രദ്ധയിൽ സഹായിക്കാൻ സാധിച്ചു. ഏപ്രിൽ 4-ൻ്റെ തലേദിവസം. അതിനുശേഷം കുറച്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് നോർമൽ ഡെലിവറി കിട്ടി. ദേവദാസനായ തിയോഫിലച്ചന് 1000 നന്ദിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോൾക്കും ചെസ്സിൽ ഒത്തിരി ലെവലിലെത്താൻ പറ്റി. ഇൻ്റർനാഷണൽ പ്ലെയർ ലെവൽ വരെ മോളെത്തി. സാധാരണ ഒരു കോച്ചിങ് ഒന്നുമില്ല, സാധാരണ ഒരു ആൾക്കാരാണ് ഞങ്ങൾ. എന്നാലും ചെറുപ്പത്തിലെ മുതലേ ഒത്തിരി സമ്മാനങ്ങൾ കിട്ടി. അത് ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. പിന്നെ ഒരുപാട് അസുഖങ്ങളെല്ലാം ഞങ്ങൾക്ക് മാറ്റി തന്നു. ഞങ്ങളുടെ ജീവിതം ഇവിടെ ഈ നിമിഷം വരെ എത്തിച്ചതിന് തിയോഫിലച്ചന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് സൂസൻ സേവിയർ. എനിക്ക് 2 മക്കൾ, 2 പെൺപിള്ളേരാണ്. ഒരു 33 വർഷമായിട്ട് ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് സ്ഥിരം വന്നതും ഇവിടെ കുർബാനയ്ക്കും നവേനയ്ക്കും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. എൻ്റെ പിള്ളേരായിട്ടും പേരക്കിടാങ്ങളായിട്ടും ഞാൻ കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് വരെ ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടിന് വേദന വന്നിട്ട് തിയോഫിലച്ചൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എൻ്റെ മുട്ട് ഓപ്പറേഷൻ ചെയ്ത് എനിക്കിപ്പോൾ നല്ലപോലെ നടക്കാനുള്ള എല്ലാ അനുഗ്രഹം കിട്ടി. തിയോഫിലച്ചനോട് പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ഈ കുഞ്ഞ് 8 മാസമായിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് മോൾക്ക് കിട്ടിയത്. ഈ മൂത്ത മോക്കും 2 പിള്ളേർ. അവരെല്ലാം ദൈവദാസൻ തിയോഫിലച്ചൻ്റെ അടുത്ത് ഞാൻ ഈ പിള്ളേരെ കൊണ്ട് എല്ലാം മുടങ്ങാണ്ട് അവരെ എടുത്തുകൊണ്ടാണ് ഞാൻ കുർബാനയ്ക്ക് വന്നിട്ടിരുന്നത്. 30 വർഷമായിട്ട് തിയോഫിലച്ചൻ ട്രാൻസിഷൻ സഭ അംഗങ്ങളാണ് ഞങ്ങൾ ഇവിടുത്തെ. ഇവിടെ വന്ന എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പ്രാർത്ഥിക്കും. തിയോഫിലച്ചൻ്റെ അടുത്ത് വന്നിരുന്ന് ഞങ്ങൾ മൊന്തയെല്ലും. അങ്ങനെ എല്ലാ തിയോഫിലച്ചൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ ദൈവം നടത്തുന്നുണ്ട്. എൻ്റെ പേര് സ്റ്റെല്ല. ഞാനിവിടെ 28 വർഷത്തോളമായി അച്ഛൻ്റെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും നോവേന കൂടുകയും കുർബാന സംബന്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മകളാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലായിരുന്നു. 12 വർഷം കൂടി ഒരു മകളെ അച്ഛൻ വഴി ഞങ്ങൾക്ക് ഒരു മകളെ തന്നു. അവൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടാതെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ അച്ഛനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഭർത്താവിന് ജോലിയൊന്നുമില്ല, എങ്കിൽ തന്നെയും ഞങ്ങൾ സമൃദ്ധമായി ജീവിക്കുന്നുണ്ട്. എവിടെ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നത് ഞങ്ങൾക്കറിയില്ല. ആരുടെയും ഒരു കയ്യിൽ നിന്ന് വാങ്ങിക്കുകയോ കള്ളത്തരങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യാതെ തന്നെ, കടമൊന്നുമില്ലാതെ ലോണൊന്നുമില്ലാതെ തന്നെ ഞങ്ങൾ അച്ഛൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങൾ സമൃദ്ധമായി കഴിഞ്ഞുകൂടി പോകുന്നുണ്ട്. ഇനിയും അച്ഛൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ള മറ്റുള്ള എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു.